സാറ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. വിക്രം സർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവനവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞു. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സാർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് യെസ്, യു വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ, സേതുരാമൻ ഹിയർ. സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്. വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ റൂം നമ്പർ 108 ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളാരാ? സാർ, അവന് ശ്രദ്ധിച്ചില്ലേ? There is no reaction on his face. See, he is taking that paper. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്പട, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ്, ഔസേപ്പച്ചന്റെ വാടക കൊണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. He is a hard nut, won't crack so easily. Hari, bring him to my room. യെസ് സർ. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞ് കാണും. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുകൊണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പ് സാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാർ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എല്ലാ സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഹരി, ടേക്ക് ഹിം. വിക്രം സർ. ഇനി അവന് ജലപാനം കൊടുക്കണ്ട. 24 മണിക്കൂർ പട്ടിണി. പിന്നീട് നമുക്ക് നോക്കാം. സർ. പിന്നൊരു കാര്യം, വാസുവിനെ ഇതുവരെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? സർ. അതുകൊണ്ട് ഔസേപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ അന്വേഷിച്ചെല്ലണം. സർ. ബാങ്ക്. ആരാ മനസ്സിലായില്ലല്ലോ? വാസുവിന്റെ ഭാര്യയാ. വാസു ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാ? എനിക്ക് അറിഞ്ഞൂടാ സാർ. 2 ദിവസമായി പോയിട്ട്. സാറ്
ഞാൻ വിനായക ബാങ്കിൽ നിന്നാ. വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു. അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും. അത് പറയാൻ വന്നതാ. ഞാനത് കൊണ്ടുപോവുകയാണ്. സാർ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നോ. താങ്ക് യു. ഇതൊക്കെ ചേച്ചിയുടേതാണോന്ന് എനിക്കറിയില്ല സർ. ചിലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും. ഇത് ഇത് ചേച്ചിയുടേതാണല്ലോ. ഞാൻ വരട്ടെ. സാർ, SP വിളിക്കുന്നു. സാർ എന്തായി? ഷാൽ ഐ ഡിമാൻഡ് ഫോർ ദ അറസ്റ്റ് വാറന്റ്? വരട്ടെ സാർ. വൈ? നൗ ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ. വാസുവിന്റെ മൊഴി വരെ അവരെ അറസ്റ്റ് ചെയ്യാൻ. അതല്ല സാർ, ചില പോയിന്റ്സ് ലിങ്ക് ആവുന്നില്ല. Then tell me. സണ്ണിയുടെ മൊഴി പ്രകാരം സംഭവ ദിവസം സണ്ണി വീട്ടിൽ നിന്ന് പോകുന്നത് രാത്രി 8 മണിക്കാണ്. പോകുന്നതിന് മുമ്പ് ഓമനയും സണ്ണിയുമായി വഴക്ക് നടന്നു. സണ്ണി അവളെ അടിച്ചു. അടി മർമ്മത്ത് കൊണ്ടതുകൊണ്ട് ഓമന മരിച്ചു. പക്ഷേ ഓമന മരിച്ച വിവരം അപ്പോ സണ്ണിക്ക് അറിയില്ല. Yes. അങ്ങനെയാണെങ്കിൽ ഓമനയുടെ മരണം നടന്നത് ഉദ്ദേശം രാത്രി 8 മണിക്കാണ്. Yes. It is clear. വാസു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഔസേപ്പച്ചൻ രാത്രി 10 മണിക്ക് ശേഷം വീട്ടിലെത്തുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്ന ഓമനയെ കാണുന്നു. മകനെയും മരുമകനെയും നാരായണനെയും വിളിച്ചു വരുത്തുന്നു. മകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം മറച്ചു വയ്ക്കാൻ വേണ്ടി ഓമനയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നു. ഇനി പറയുന്നത് സാർ ശ്രദ്ധിച്ചു കേൾക്കണം. 8 മണിക്ക് ഓമനയുടെ മരണം നടക്കുന്നു. 10 മണിക്ക് ശേഷം ബോഡി താഴേക്കിടുന്നു. അപ്പോ മരണം നടന്ന സമയവും താഴേക്കിട്ട സമയം തമ്മിൽ ഉദ്ദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പുണ്ട്. പക്ഷേ ഓമനയുടെ ബോഡിക്ക് ചുറ്റും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നതാനും. Yes. Correct. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും? 1 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം 1.25 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ഡെഡ് ബോഡിയിൽ ഹീറ്റ് നിൽക്കാറില്ല. ഹീറ്റ് ഇല്ലെങ്കിൽ ഉടൻ രക്തം കട്ടിയാവും. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് മരിച്ച ഓമനയുടെ ശരീരം 10 മണിക്ക് ശേഷം വലിച്ചെറിഞ്ഞിട്ടും, അതായത് മരണം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബോഡിക്ക് ചുറ്റും എങ്ങനെ രക്തം തളം കെട്ടി നിന്നു? അത് ശരിയാ. കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണി മുതൽ 9:45 മണി വരെ അവിടെ മഴ പെയ്തിരുന്നു. അപ്പോ ഓമന എപ്പോ മരിച്ചിരുന്നാലും ശരി, ഓമനയുടെ ഡെഡ് ബോഡി താഴേക്കിടുന്നത് മഴയ്ക്ക് ശേഷമാണ്. കാരണം മഴയത്തായിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിൽ അതിന്റെ മാർക്കുകൾ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഉണ്ടായിരുന്നില്ല. ഫോർ ദാറ്റ് വി ഹാവ് പ്രൂഫ്. അങ്ങനെ നോക്കുമ്പോ ഔസേപ്പച്ചൻ 10 മണിക്ക് വീട്ടിലെത്തി എന്ന് വാസു പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. ഉദ്ദേശം 10:30 മണിയോടുകൂടിയാണ് വാസു ഡെഡ് ബോഡി താഴേക്കിട്ടത്. Yes. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം നടന്നിരിക്കുന്നത് ഉദ്ദേശം 9:15-നും 10:30-ക്കും ഇടയ്ക്കായിരിക്കണം. സപ്പോസ് സണ്ണി പോയത് 9:15-നോ അതിന് ശേഷമാണെങ്കിലോ? അതിന് നമുക്ക് തെളിവില്ല. 8 മണിക്ക് പോയി എന്നുള്ളത് അവർക്ക് വല്ല തെളിവ് ഇല്ല. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. സണ്ണി 8 മണിക്കാണോ വീട് വിട്ടു പോയത്? സണ്ണി ഓമനയെ അടിച്ചോ? ആ അടിയാണോ ഓമനയുടെ മരണത്തിന് കാരണം? ഇതൊക്കെയാണ്. പക്ഷേ വാസു പറഞ്ഞതിൽ നിന്നും നമുക്ക് സണ്ണിയല്ലേ സംശയിക്കാൻ പറ്റൂ? സാർ, വാസുവിന് കേട്ടറിവേ ഉള്ളൂ, കണ്ടറിവില്ല. ഓമന മരിച്ചതിന് ശേഷം നാരായണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ വാസുവിന് അറിയൂ. അപ്പോൾ സണ്ണിയുടെ അടിയേറ്റല്ല അവൻ മരിച്ചതെങ്കിൽ പിന്നെ സാർ, നമുക്ക് ആ ഔസേപ്പച്ചനെ സംശയിച്ചൂടെ? പറയാറായിട്ടില്ല. ദാറ്റ് ഈസ് യെറ്റ് ടു ബി ഫൗണ്ട് ഔട്ട്. തള്ളേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ കരയോ നിലവിളിക്കോ ചെയ്താലുണ്ടല്ലോ. കേക്കാമേല. എത്ര കാലമായി ചെവിയേക്കാതായിട്ട്? എന്തുവാ? എത്ര കാലമായി ചെവി കേൾക്കാതായിട്ടെന്ന്? എന്തോ? ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. അപ്പൊ മേരിത്തള്ളക്ക് ചെവി കേൾക്കാം അല്ലേ? കൊറേശ്ശെ കേക്കാവേ. കുറേശ്ശെ കേൾക്കാമെന്നോ? അല്ല, കൊറേശ്ശെ കേൾക്കാൻ പാടില്ലേ? കുറ്റം ചെയ്തവരെക്കാൾ ശിക്ഷ കൂടുതലാണ് അത് ഒളിക്കുന്നവർക്ക്. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ഓമന മരിച്ച ദിവസം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടത്. ഞാൻ ഉമ്മറത്തേക്ക് വന്നു.
അപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? രാത്രി 8 മണിയായി കാണും. എന്നിട്ട് എടീ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാതെ നിന്റെ വീട്ടിൽ പോയി അടയിരിക്കാനല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയിക്കൂടെ? ഇപ്പൊ പോകാൻ പറ്റില്ല. എന്തായാലും നാളെ ഞാൻ എന്റെ വീട്ടിൽ പോകും. എന്തിന്? എനിക്ക് എന്റെ അപ്പച്ചനെ അനിയും കാണണം. പെട്ടെന്നെന്താ അപ്പച്ചനെ ആനയും കാണാനൊരു ആഗ്രഹം? ഞാൻ പോകും. പറ്റില്ല, അപ്പച്ചൻ സമ്മതിക്കില്ല. ആര് തടഞ്ഞാലും ഞാൻ പോകും. പിന്നെ നീ പോവും. ഒറ്റ കീറോ ചെന്നുണ്ടല്ലോ, നിന്റെ ബാക്കിയാണില്ല. നിനക്ക് എന്താ ഇവിടെ കുഴപ്പം? സഭ്യമായ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയെ ജീവിക്കണം, അതാ എനിക്ക് അറിയേണ്ടത്. ശ്ശീ, എന്താ പറഞ്ഞേ? നീ പോവും, എനിക്കൊന്ന് കാണണം. നിങ്ങൾ എന്തിനാ മുകളിലോട്ട് വന്നത്? അത് പിന്നെ അത്താഴത്തിന് വേണ്ട. എങ്ങോട്ടാ? ഓമന കുഞ്ഞിനെ വിളിക്കാൻ, ആഹാരം കഴിക്കാൻ. നിങ്ങൾ അവളെ വിളിക്കാനൊന്നും പോണ്ട. അവൾ വേണമെങ്കിൽ താഴ്ന്ന് കഴിച്ചോളൂ. നിങ്ങൾ അവളെ വഷളാക്കുന്നത്. ഞാനും അപ്പച്ചനും ഇല്ലാത്തപ്പോ വേണ്ടാത്തൊക്കെ പറഞ്ഞ അവളെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ വയ്ക്കോ, അതുകൊണ്ട് വെച്ചേക്ക്. ഓ, ഇതാണ് ഏമാനെ സംഭവിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കറണ്ട് പോയി. ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞ് അത്താഴം കഴിച്ച് കടന്നു. അപ്പൊ മഴയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കറണ്ട് എപ്പോ ഒന്നും അറിയാമോ? അറിയില്ല. ഔസേപ്പച്ചൻ എപ്പോഴാ വന്നത്? അറിയില്ല. സാധാരണ നിങ്ങൾ എത്ര മണിക്കാ കിടക്കുന്നത്? 9 മണിക്ക് മുമ്പ്. ഓമന മരിച്ചവരോ എപ്പോഴാ നിങ്ങൾ അറിഞ്ഞത്? നേരം പുലരാറായപ്പം പോലീസുകാർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ടേസി മോള് വന്ന് വിളിച്ചു. അപ്പോഴാ സാറേ ഓമനക്കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. ഓമനയും സണ്ണിയും തമ്മിൽ വഴക്കുണ്ടായ വിവരം നിങ്ങൾ ഔസേപ്പച്ചനോട് പറഞ്ഞോ? ആ, പറഞ്ഞു. അപ്പോ ഔസേപ്പച്ചനാണ് നിങ്ങളോട് ചെവി കേൾക്കാത്ത മാതിരി അഭിനയിക്കാൻ പറഞ്ഞത്. പിന്നെന്ത് പറഞ്ഞു? ആരെങ്കിലും ചോദിച്ചാ സണ്ണിക്കുഞ്ഞും ഓമനക്കുഞ്ഞും തമ്മിൽ വളരെ സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത് എന്നും പറയാൻ പറഞ്ഞു. സത്യം മറച്ചു വെക്കുന്നത് കുറ്റമാണെന്നറിയില്ലേ? അവര് പണക്കാരാ, അവർക്ക് എന്ത് സാധിക്കും? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവരെന്നെ. ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയായി ജീവിക്കണമെന്ന് ഓമന പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അതുകൂടാതെ ഓമന എന്തെങ്കിലും പറഞ്ഞോ? ആരുടെയെങ്കിലും പേരോ മറ്റോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. സത്യമാണ് ഏമാനെ. തൽക്കാലം ഇവരെ വിടണ്ട. കീപ്പ് ഹർ അണ്ടർ കസ്റ്റഡി. യെസ് സർ.